Hello, welcome back to another Ramadan vlog. അപ്പോൾ ഇന്നുണ്ടല്ലോ റമദാൻ 14 എല്ലാം കഴിഞ്ഞ് അപ്പം ഇവിടെ ഖത്തറിൽ നോമ്പ് 14 കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗരങ്കാവ് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ കുറച്ച് പ്രോഗ്രാംസ് എല്ലാം പുറത്തെല്ലാം നടക്കുന്നുണ്ട്. നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം പിന്നെ എന്തായാലും രാത്രിക്ക് ഫുഡെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം ഞാൻ ഇഫ്താറിനുള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കി. അപ്പം ഞാൻ ആദ്യം അട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കിയത്. അട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ദോശ ചുട്ടിട്ട് ഇങ്ങനെ മേലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല എല്ലാം ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാദ്യം ഞാൻ കുറച്ച് ചിക്കന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത്, പിന്നെ അതേ ഓയിലിൽ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കുരുമുളക് ഉപ്പ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഗരം മസാലയും വേറൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെല്ലാം ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഈ വെജിറ്റബിൾസും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സോസും കെച്ചപ്പും പിന്നെ മയണൈസും ഇടാം. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ സംഭവങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ പിന്നെ അതിനുള്ള മസാല എല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് അതിനുശേഷം രാത്രിത്തേക്കുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ അല്ല, ഒരു പെപ്പർ ഫ്രൈ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ബീഫ് വേവിക്കാൻ വെച്ച് പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും അട്ടിപ്പത്തിരീൻ്റെ പണിക്ക് തന്നെ വന്ന്. അപ്പോൾ അതിനുള്ള ദോശക്കുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ദോശക്ക് ആവശ്യമുള്ളത്ര മൈദ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ പാൽ ഇത്ര ഒഴിച്ചിട്ട് പിന്നെ അതിനാവശ്യമുള്ള ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കണം. പിന്നെ ഒരു പാനിൽ തിന്നായിട്ട്, നല്ലോണം തിന്നല്ല തിക്കും അല്ലാത്തൊരു രീതിക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം നമുക്ക് വേണ്ടത്ര ലെയർ ചെയ്യാം. അപ്പം നമുക്ക് 4 ദോശ ഉണ്ടെങ്കിൽ കറക്റ്റ് ലെയറായിട്ട് വരുന്നത്, അതായത് ഓവറായിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നാട്ടി അത്യാവശ്യം 4 ദോശയിൽ ചെയ്യുന്ന ലെയറായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ശരിയാവില്ല. അങ്ങനെ ഞാൻ 4 ദോശ ചുട്ടെടുത്ത് പിന്നെ നമുക്ക് അതിനെ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കണം. അപ്പം അതിലേക്കും ഒരു മുട്ടയും കുറച്ച് പാലും ഒഴിച്ചിട്ടാണ് റെഡിയാക്കുന്നത്. പിന്നെ നമ്മൾ ഏത് പാനിലാണോ ഈ അട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഈ റെഡിയാക്കിയിട്ട് വെച്ച ദോശ ഉണ്ടല്ലോ അത് ഈ ബാറ്ററിലേക്ക് ഒന്ന് മുക്കുക. പിന്നെ ആ പാനിലേക്ക് നല്ലപോലെ നിവർത്തിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ച ഫില്ലിങ്സ് ഉണ്ടല്ലോ, അപ്പം ചിക്കൻ്റെ മസാല അത് ഇങ്ങനെ ലെയറാക്കാം. അപ്പോൾ ഒരു ദോശ വെക്കാം, അതിൻ്റെ മുകളിലേക്ക് ഇത് അങ്ങനെ ഓരോരോ ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഈ ലാസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ച മിക്സ് ഉണ്ടല്ലോ മുട്ടൻ്റെയും പാലിൻ്റെയും അത് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ക്ലോസ് ആയിട്ട് വരും. പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. അങ്ങനെ ആ ടൈമിൽ ബീഫ് കുക്കായിട്ടുണ്ട്, വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി, പച്ചമുളക്, പിന്നെ ഓയിൽ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫുൾ ഹീറ്റിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ എന്താ ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു സൈഡ് നല്ലപോലെ കുക്കായിട്ട് വരും. നമുക്കതിങ്ങനെ ഈസിയിൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും അട്ടിപ്പത്തിരി. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 8 മിനിറ്റും കൂടി ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കാം. അങ്ങനെ ബീഫിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആയി വരുമ്പം നമ്മൾ മസാലപ്പൊടി, ഗരം മസാലയും കുരുമുളക് പിന്നെ ബീഫ് മസാല ഇത്ര ഇട്ടിട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വിനേഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മീഡിയം ഹീറ്റിൽ ഒന്നുകൂടി അത് ഡ്രൈ ആയി വരെടുത്തോളം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം ബീഫ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതേ ടൈമിൽ നമ്മൾ അട്ടിപ്പത്തിരിയും റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ അതെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട്ലറ്റിനുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ കട്ട്ലറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ ടൈമായി. അപ്പം എല്ലാം ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തു പോയി. അപ്പം കുറേ അടുത്ത് പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ടായിന് ഈ ഫെസ്റ്റിവലിൻ്റെ. അങ്ങനെ ഞങ്ങൾ DFC പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ എല്ലാമായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ നല്ലോണം ലേറ്റായി. അപ്പം എന്നെ ഓൾമോസ്റ്റ് എല്ലായിടത്തും പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് DFC പോവാമെന്ന്. അങ്ങനെ ആടെ പോയിട്ടാകുമ്പോഴേക്കും അവിടെ മറ്റേ ആംഗ്രി ബേർഡ്സിൻ്റെ ആ ഏരിയയിലായിരുന്നു ഇവർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം കിഡ്സിൻ്റെ പരിപാടിയല്ലേ, കിഡ്സിനുള്ളത് തന്നെ അവിടെ ഉണ്ടായത്. കളറിങ്ങും പിന്നെ ഫേസ് പെയിൻറ്റിങ്ങും പിന്നെ മെഹന്തിയും പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ, അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിന് അവിടെ. പിന്നെ മറ്റേ ബീൻ ബാഗാ അങ്ങനത്തെ സംഭവം ഉണ്ടായിന്. അപ്പം അത് പിള്ളേർക്കെല്ലാം നല്ലതാണെന്നുണ്ടായിന്. അതിൽ അവരെല്ലാം ഇരുന്നിട്ടും ജമ്പ് ചെയ്തിട്ടെല്ലാം കളിച്ചുണ്ടായിന്. അപ്പോൾ ഇവിടെ കുട്ടികളെല്ലാം ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് എല്ലാം ആക്കിയിട്ടാണ് വരൽ. അങ്ങനെ പിന്നെ സ്വീറ്റ്സ് എല്ലാം ഷെയർ ചെയ്യും, അങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടായിന്. പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു പ്ലേസ് കണ്ട് അവർ എടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് തരുന്നുണ്ടായിന്. ഫിൽറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ നല്ലൊന്നും ഉണ്ടായിട്ടാ, എന്നാലും നമുക്കിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ ഒരു നല്ല മജല്ലേ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.